2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവിധാനങ്ങളെ അട്ടിമറിച്ചാണ് ഇത്തരമൊരു ശ്രമം നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ദുരുപയോഗം ചെയ്ത് ആയിരക്കണക്കിന് വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സംഘടിത നീക്കം നടന്നതായി കണ്ടെത്തി. വ്യാജ ആധാർ കാർഡുകളും മുംബൈയിലെ കോളേജ് വിദ്യാർത്ഥികളുടെ മോഷ്ടിക്കപ്പെട്ട രേഖകളും ഉപയോഗിച്ചാണ് ഈ അട്ടിമറി നീക്കം നടന്നിട്ടുള്ളത്. സംഭവം നടന്ന് 18 മാസം പിന്നിട്ടിട്ടും കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. മഹാരാഷ്ട്രയിലെ ധാരാഷിവ് ജില്ലയിലുള്ള തുൾജാപൂർ അസംബ്ലി മണ്ഡലത്തിലാണ് ഇത്തരമൊരു ക്രമക്കേട് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2024 ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 16 വരെയുള്ള വെറും 14 ദിവസത്തിനുള്ളിൽ വോട്ടർ രജിസ്ട്രേഷനായുള്ള അപേക്ഷകളുടെ പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ ജൽഗാവോൺ ജില്ലയിലെ പച്ചോറ തഹസിൽ ഓഫീസിലേക്ക് എത്തിയ അപേക്ഷകളിൽ ഏകദേശം 1000 എണ്ണം രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ അക്കൗണ്ടിൽ നിന്നായിരുന്നു. കൂടാതെ ധാരാഷിവ് ജില്ലയിലെ തുൾജാപൂർ മണ്ഡലത്തിലാകെ ഇതേ കാലയളവിൽ ഇത്തരത്തിൽ 4000 മുതൽ 5000 വരെ വ്യാജ അപേക്ഷകളാണ് ലഭിച്ചത്. തുടർന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തിയ ഫീൽഡ് പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത്. അപേക്ഷയിൽ നൽകിയിരുന്ന വിലാസങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തികളെ താമസിക്കുന്നില്ലെന്ന് കണ്ടെത്തി. വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചാണ് ഈ അപേക്ഷകളെല്ലാം സമർപ്പിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെ ജാഗ്രത മൂലം ഈ അപേക്ഷകളെല്ലാം തള്ളിക്കളയുകയായിരുന്നു. ഈ അപേക്ഷകളിൽ നൽകിയിരുന്ന 4 മൊബൈൽ നമ്പറുകളിലേക്ക് പിന്നീട് വിളിച്ചപ്പോൾ അവയെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. തട്ടിപ്പിലെ മറ്റൊരു ഗൗരവകരമായ വിഷയം മുംബൈയിലെ കോളേജ് വിദ്യാർത്ഥികളുടെ സ്വകാര്യ വിവരങ്ങൾ ഇതിനായി വൻതോതിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതാണ്. പല അപേക്ഷകളിലും നൽകിയിരുന്ന വിലാസരേഖകൾ മുംബൈയിലെ വിദ്യാർത്ഥികളുടേതായിരുന്നു. ഇവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഈ വിവരങ്ങൾ വ്യാജ വോട്ടർമാരെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ചത്. ഡിജിറ്റൽ സുരക്ഷയിൽ പഴുതുകളൊക്കെ നിരത്തി വൻ അവകാശവാദങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് പുറത്തിറക്കിയത്. അക്കൗണ്ട് തുടങ്ങാൻ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ, അപേക്ഷ നൽകാൻ OTP, ഫോം 6 സമർപ്പിക്കാൻ വീണ്ടും OTP എന്നിങ്ങനെ തകർക്കാൻ കഴിയാത്ത സുരക്ഷാ സംവിധാനങ്ങൾ നിരവധിയാണെന്നൊക്കെ പറഞ്ഞാണ് കമ്മീഷൻ ആപ്പ് അവതരിപ്പിച്ചത്. എന്നാൽ കമ്മീഷന്റെ ഇപ്പറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങൾക്കൊന്നും ഈ തട്ടിപ്പിനെ കണ്ടുപിടിക്കാനായില്ല. ഒരൊറ്റ അക്കൗണ്ടിൽ നിന്ന് 100 കണക്കിന് വ്യാജ അപേക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും ആപ്പിന്റെ സംവിധാനം അത് തിരിച്ചറിഞ്ഞില്ല. BLOമാർക്ക് നൽകിയ ആപ്പിലും വലിയ പാകപ്പിഴകളാണ് കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ BLO ആപ്പ് ആൻഡ്രോയിഡ് പതിപ്പ് മാത്രം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സമയത്ത് 30 തവണയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നത്. ചെന്നൈയിലെ BLOമാർ ഫോൺ ഹാങ് ആകുന്നുവെന്നും ഡാറ്റ നഷ്ടപ്പെടുന്നുവെന്നും പരാതിപ്പെട്ടിരുന്നു. എന്നാൽ തുൾജാപൂരിൽ ആപ്പിന്റെ രൂപകൽപ്പനയിലുള്ള വീഴ്ചയെ അട്ടിമറിക്ക് വേണ്ടി കൃത്യമായി ഉപയോഗപ്പെടുത്തിയ തട്ടിപ്പാണ് കാണാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് 2024 ഒക്ടോബർ 17 തന്നെ അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അരവിന്ദ് ശങ്കരവ് പോലീസിൽ പരാതി നൽകി ഒരു 0 FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ കടുത്ത വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത്. സെക്ഷൻ 172 പ്രകാരം തെരഞ്ഞെടുപ്പിലെ ആൾമാറാട്ടം, സെക്ഷൻ 3(5) പ്രകാരം ക്രിമിനൽ ഉദ്ദേശത്തോടെ ഒന്നിലധികം പേർ ചേർന്ന് നടത്തുന്ന പ്രവൃത്തി, സെക്ഷൻ 318(2), 336(3) പ്രകാരം വഞ്ചനയും കൃത്രിമവും, സെക്ഷൻ 335 പ്രകാരം വ്യാജരേഖ ചമയ്ക്കൽ, സെക്ഷൻ 342 പ്രകാരം വ്യാജരേഖകൾ ഉപയോഗിക്കൽ, സെക്ഷൻ 61(2) പ്രകാരം ക്രിമിനൽ ഗൂഢാലോചന, സെക്ഷൻ 62 പ്രകാരം ജീവപര്യന്തം, ഇങ്ങനെ ശക്തമായ വകുപ്പുകളാണ് പരാതിയിന്മേൽ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കേസെടുത്ത് 18 മാസം പിന്നിട്ടിട്ടും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പ്രതികളെ കണ്ടെത്താൻ ആവശ്യമായ സാങ്കേതിക വിവരങ്ങൾ ലഭിക്കാത്തതാണ് പ്രധാന തടസ്സമായി പോലീസ് പറയുന്നത്. 2025 നവംബറിൽ പോലീസ് സൂപ്രണ്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഒരു രഹസ്യ കത്ത് നൽകിയിരുന്നു. ഈ വ്യാജ അപേക്ഷകൾ അയക്കാൻ ഉപയോഗിച്ച ഇന്റർനെറ്റ് IP അഡ്രസ്സുകൾ വേണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ തഹസിൽ ഓഫീസിൽ ഈ വിവരങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് അവർ ആ അപേക്ഷ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മഹാരാഷ്ട്ര ചീഫ് ഇലക്ട്രൽ ഓഫീസർക്കും കൈമാറി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിവരങ്ങൾ കമ്മീഷൻ പോലീസിന് കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ നിലേഷ് ദേശ്മുഖ് കേസ് അന്വേഷണത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ സഹകരണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ സംഭവത്തെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ 40 ലക്ഷം പുതിയ വോട്ടർമാർ 5 മാസത്തിനുള്ളിൽ മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ശരാശരിയേക്കാൾ വളരെ കൂടുതലായിരുന്നു ഈ വർധനവ്. തുൾജാപൂർ മണ്ഡലത്തിന്റെ ചരിത്രം നോക്കിയാൽ 1957 മുതൽ 2014 വരെ നടന്ന 13 തെരഞ്ഞെടുപ്പുകളിൽ 10 എണ്ണത്തിലും കോൺഗ്രസ് ആണ് വിജയിച്ചത്. 1980-ൽ BJPയുടെ മത്സരിച്ചപ്പോൾ ലഭിച്ചത് വെറും 1.86% വോട്ടുകൾ മാത്രമായിരുന്നു. എന്നാൽ 2019-ൽ BJP ഇത് 24% വർദ്ധിപ്പിക്കുകയും ആദ്യമായി വിജയിക്കുകയും ചെയ്തു. 2024-ൽ BJP സ്ഥാനാർത്ഥി റാണ ജഗ്ജിത് സിൻഹ പാട്ടീൽ കോൺഗ്രസിലെ കുൽദീപ് പാട്ടീലിനെ 36,879 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. 5000-ഓളം വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് BJP വിജയിച്ചതാണോ എന്ന സംശയം തള്ളിക്കളയാനാവില്ല. സമാനമായ രീതിയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ
മണ്ഡലമായ നാഗ്പൂർ സൗത്ത് വെസ്റ്റിലും വോട്ടർമാരുടെ എണ്ണത്തിൽ അസാധാരണമായ വർധനവ്, അതായത് ഏകദേശം 8.25% വർധനവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള 4% എന്ന പരിധിയുടെ ഇരട്ടിയാണിത്. തട്ടിപ്പ് കണ്ടുപിടിക്കപ്പെട്ട് 1.5 വർഷത്തോളമായിട്ടും കമ്മീഷനോ പോലീസോ കൃത്യമായ മറുപടി നൽകാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ അട്ടിമറി നടന്നുവെന്ന് ഉറപ്പിക്കേണ്ടി വരും. BJPക്ക് ഒത്താശ ചെയ്യാൻ കമ്മീഷനും പോലീസും കൂട്ടുനിന്നോ എന്ന് സംശയിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഈ വാർത്തകൾ വിരൽ ചൂണ്ടുന്നത്.